കൊണ്ട് ചെന്ന് നടക്കുന്നത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഡ്രഗ് ഫ്രീ കേരള, ഡ്രഗ് ഫ്രീ ഇന്ത്യ. ആ ലക്ഷ്യം തന്നെയാണ് മനസ്സിൽ കോരിയിട്ടിരിക്കുന്ന തീയം. അതിന് ഈ ഡ്രഗിനടിമപ്പെട്ട ഒരു സംഭവം, ഡ്രഗിനടിമപ്പെട്ട ഒരുത്തൻ ചെയ്ത ഒരു ക്രൂരകൃത്യം. ഏകദേശം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മകളെ ഒരുത്തൻ പിച്ച് ചീന്തി ഒരു ചാക്കുകെട്ടിനുള്ളിൽ 4 മടക്കി ചവറ്റുകുട്ടികളെല്ലാം വലിച്ചെറിഞ്ഞു. അതിൻ്റെ സാധാരണ ഒരു ന്യൂസായിട്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയായില്ല. ആ മോർച്ചറിയിൽ വെള്ളം പുതപ്പിച്ച് കിടത്തിയ ആ കുഞ്ഞു മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഓരോ മുറിവിന്റെയും ഡെപ്തിന്റെ ഡിസ്ക്രിപ്ഷൻ റൈറ്റ് സൈഡിൽ കൊടുത്തപ്പോൾ ആ കുഞ്ഞിന്റെ വേദന, ആ കുഞ്ഞനുഭവിച്ച വേദന, താൻ എന്തിനു വേണ്ടി മരിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്നറിയാതെ തന്നെ ഈ ലോകത്ത് നിന്നും വിടവാങ്ങിയ ആ കുഞ്ഞു മാതാപിതാക്കൾ, ആ അച്ഛൻ ആ കുഞ്ഞിന്റെ മൃതദേഹത്തെ എടുത്ത് കയ്യിൽ ഈ ലേബർ റൂമിൽ നിന്നും പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികളെ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുക. അതേപോലെ ആ കുഞ്ഞിൻ്റെ മൃതശരീരം ആ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്ത അവസാന നിമിഷം ആ അച്ഛൻ്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണീരിന് മറുപടി ചോദിച്ചേ മതിയാവൂ. വെറുതെ ഇരിക്കുന്നതല്ല. ഈ ലോകം അവസാനിക്കാൻ പോകുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടല്ല, തിന്മ ചെയ്യുന്നത് കണ്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടാണ് ഈ ലോകം നശിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് തീർച്ചയായും അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഓരോ ഭാഗത്ത് നിന്നും വരുമ്പോൾ, ഞാൻ ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, കേരള എക്സൈസ് വകുപ്പ് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ, ഇതിനെതിരെ ചില സമയങ്ങളിൽ ഒറ്റയാൾ പോരാട്ടമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്കെതിരെ വരുന്ന ത്രെറ്റ്സിനും ഞാൻ മനസ്സുകൊണ്ട് കണക്കാക്കി വെച്ച ഒരു കാര്യമുണ്ട്. ശ്രീ നാരായണ ഗുരു പറഞ്ഞ വാക്ക് തന്നെയാണ് എൻ്റെ മനസ്സിന്റെ ആ ഹൃദയത്തിൽ തിട്ടം പേറ്റി വച്ചിരിക്കുന്നത്. അധർമ്മപക്ഷത്തിൽ നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തിൽ നിന്ന് തോൽക്കുന്നതാണ്. അതെന്തായാലും അതിന് ചില ചവിട്ടി താഴ്ത്തലുകൾ വരും. ആ ചവിട്ടി താഴ്ത്തലുകൾക്കിടയിൽ ബൈബിളിലെ വചനം ഞാൻ ഓർക്കുന്നു. ചില ചവിട്ടി താഴ്ത്തലുകൾക്കിടയിൽ നീ